അപ്പം നമ്മൾ അടുത്ത ചാപ്റ്റർ എടുക്കാൻ പോകാം കേട്ടോ മോനെ. അടുത്ത ചാപ്റ്റർ ലീനിയർ ഇനിക്വാളിറ്റീസ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ലീനിയർ ഇനിക്വാളിറ്റീസ്. ഓക്കെ. അന്നേരം ആദ്യം നമ്മൾ 1 വേരിയബിളിൻ്റെ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ 2 വേരിയബിൾ, അത് കഴിഞ്ഞ് 2 ഇക്വേഷൻസ് അറ്റ് എ ടൈം, കോൺസ്റ്റൻ്റ് ഉള്ളത് കോൺസ്റ്റൻ്റ് ഇല്ലാത്തത്, ഇത്രയാകുമ്പോൾ തന്നെ നമ്മുടെ ചാപ്റ്റർ തീരും. ഓക്കെ. കണ്ടുപിടിക്കേണ്ടത് ഫീസിബിൾ റീജിയൻ എന്നോ ഷെയ്ഡഡ് റീജിയൻ എന്നോ പറഞ്ഞ് ഉള്ള സാധനമായിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ ഞാൻ കൺസെപ്റ്റ് പറയാണ്. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ LHSനെ RHSനെയും ഒരു ഈക്വൽ ടു സൈൻ ഇട്ട് വലിച്ചാൽ ഇതാണ് ഇക്വാലിറ്റി. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനിക്വാലിറ്റിനെ പറ്റിയാണ്. ഇനിക്വാലിറ്റി. ഓക്കെ. ഞാൻ എക്സാമിൽ നിന്നിടും കേട്ടോ, ഞാൻ മറന്നൊന്നുമല്ല, ഞാൻ എന്തായാലും ബിസി ആയിപ്പോയതാണ്. അപ്പോൾ ഇനിക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഒഴികെയുള്ളതല്ല. ഈക്വൽ ടു ഒഴികെ നമുക്ക് എന്തറിയാം? ലെസ് ദാൻ അറിയാം, ഗ്രേറ്റർ ദാൻ അറിയാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അറിയാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അറിയാം. ഓക്കെ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫീസിബിൾ റീജിയൻ, അല്ലെങ്കിൽ ഫൈൻഡ് ദ ലിമിറ്റ്, അല്ലെങ്കിൽ സോൾവ് ആൻഡ് പ്ലോട്ട് ഗ്രാഫിക്കലി. ഓക്കെ. ഇക്വേഷൻ തരാൻ പോവാം. ഇക്വേഷൻ അല്ല, ഇനിക്വാളിറ്റി തരാൻ പോവാണ്. 2x + 3 ലെസ് ദാൻ 4x - 2. അപ്പം ഞാനൊരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുക. ഇനിക്വാളിറ്റിയിലെ ഈ 2 പേര് എന്ന് വെച്ചാൽ ഈക്വൽ ടു ഇല്ലാത്തവർ വന്നാൽ ഡോട്ടഡ് ലൈൻ ഇട്ടും ഈക്വൽ ടു ഉള്ളവർ വന്നാൽ സോളിഡ് ലൈൻ വെച്ചുമാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഒറ്റ ആക്സിസിലാണെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇതിൻ്റെ മീനിങ് ഇൻക്ലൂഡഡ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ രണ്ടും 2-നേക്കാൾ വലുതും. പക്ഷെ 2 ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ 2 ഇല്ല. ഇതിൻ്റെ മീനിങ് ഇൻക്ലൂഡഡ് എന്നും ഇതിൻ്റെ മീനിങ് എക്സ്ക്ലൂഡഡ് എന്നുമാണ്. അപ്പം 2 ആക്സിസ് ഉള്ളിടത്ത് ഇൻക്ലൂഡഡും എക്സ്ക്ലൂഡഡും കാണിക്കാൻ വേണ്ടി ഈക്വൽ ടു ഇല്ലാത്തവർക്ക് ഡോട്ടഡും ഉള്ളവർക്ക് സോളിഡും. അപ്പോൾ 1 ആക്സിസിലാണെങ്കിൽ എങ്ങനെ? 1 ആക്സിസിലാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഈക്വൽ ടു ഉണ്ടെങ്കിൽ ഒരു വട്ടം വരച്ച് കറുപ്പിച്ച് കാണിക്കണം, എന്നിട്ട് സോളിഡ് ലൈൻ. ഇനി ഈക്വൽ ടു ഇല്ല എങ്കിൽ വട്ടം വരയ്ക്കുക, സോളിഡ് ലൈൻ കറുപ്പിക്കരുത് കേട്ടോ, കാണിക്കുമ്പോൾ മനസ്സിലാകും. ഇത് ഇങ്ങനെ ഒരെണ്ണം തന്നാൽ ചെയ്യാൻ വേണ്ടി ഇത്രയും ചെയ്താൽ മതി. ഈക്വൽ ടു ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുമോ അതേ പരിപാടി ചെയ്യുക. ഞാൻ വേണ്ടേ ഈ 2xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു, -2നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, അല്ലെ? എക്സിനുള്ളവരൊക്കെ ഒരു സൈഡ്, എക്സ് ഇല്ലാത്തവരൊക്കെ ഒരു സൈഡ്. അപ്പോൾ ഇതെങ്ങനെ മാറും? 3 ഇവിടെ ഉണ്ട്, -2 ഇപ്പുറം വരുമ്പോൾ +2 ആയി. ലെസ് ദാൻ 4x ഇവിടെ ഉണ്ടായിരുന്നു, -2x. ഇതെന്ന് പറഞ്ഞാൽ 5 ലെസ് ദാൻ 2x എന്ന് കിട്ടും. എന്ന് വെച്ചാൽ എക്സ് അച്ഛനും അതുപോലെ ഇട്ടു 5/2. എന്ന് വെച്ചാൽ ഇവിടെ ഒരു പോസിറ്റീവ് നമ്പർ ഉപയോഗിച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഞാൻ റൂള് പറയുകയാണ്, ഒരു പോസിറ്റീവ് സംഖ്യ ഉപയോഗിച്ച് 2 സൈഡിലും ഡിവൈഡ് ചെയ്താൽ, ഇവിടെ ശരിക്കും എന്താ ചെയ്തേ? ഈ സൈഡിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഈ സൈഡിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ പറയുന്ന ഈ കിടന്ന 2നെ ഇപ്പുറം കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു പോസിറ്റീവ് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഇനിക്വാളിറ്റി മാറ്റരുത്, സെയിം ഇനിക്വാളിറ്റി ഉപയോഗിക്കണം. കണ്ടോ, ഇവിടെ എക്സിന് നേരെ വാ തുറന്നിരുന്നു, അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോഴും എക്സിന് നേരെ വാ തുറന്നിരിക്കണം. ഇനി ഇതേ സാധനത്തെ ഞാൻ വേറൊരു രീതിയിലൊന്ന് ചെയ്ത് കാണിക്കാം. ഇവിടെ ഇപ്പം ഞാൻ ചെയ്തത് എന്താ? -2നെ ഇപ്പുറത്ത് കൊണ്ടുവന്നല്ലേ. പകരം സെയിം ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എഴുതുക. 2x + 3 ലെസ് ദാൻ 4x - 2. ഈ 4xനെ ഇപ്പുറേ കൊണ്ടുവരികയും +3യെ ഇപ്പുറേ കൊണ്ടുവരികയും ചെയ്യുകയായിരുന്നു എങ്കിൽ ഇതെങ്ങനെ കിട്ടും? 2x - 4x ലെസ് ദാൻ -2 - 3 എന്ന് കിട്ടും. -2x ലെസ് ദാൻ -5 എന്ന് കിട്ടും. നോർമലി നമ്മൾ ചെയ്യുന്ന പരിപാടി ഈ മൈനസും ഈ മൈനസും കൂടെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞിട്ട്
2x ലെസ് ദാൻ 5 എക്സ് ലെസ് ദാൻ 5/2 എന്ന് എഴുതും. നോക്കിക്കേ, ഇവിടെ എന്താ കിട്ടിയത്? എക്സ് 5/2 ചെറുതാണെന്നും ഇവിടെ കിട്ടിയത് എന്താ? എക്സ് 5/2 വലുതാണെന്ന് പറഞ്ഞു. ഇവിടെ വാ തുറന്നിരുന്നു, എക്സിന് നേരെ ഇവിടെ വായടഞ്ഞിരുന്നു. ഉത്തരം തെറ്റിപ്പോയോണ്ടാ. അപ്പോൾ റൂള് ഇത്രയുമാണ് പറയുന്നത്. ഇത്രയും ഓക്കെ. ഇവിടെ എന്താ ചെയ്തത്? +2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഒരു പോസിറ്റീവ് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെയിം ഇനിക്വാളിറ്റി ആയിരിക്കും. പക്ഷേ ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ ഇനിക്വാളിറ്റി റിവേഴ്സ് ചെയ്യും. എന്ന് വെച്ചാൽ ഇവിടെ എന്താണ്? -2 കൊണ്ടല്ലേ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എക്സ് -5നെ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഇനിക്വാളിറ്റി ചെറുതായിട്ടൊന്ന് തിരിച്ചേക്കണം. ഇതിപ്പം എക്സിന്റെ നേരെ കൂർത്തിരുന്നെങ്കിൽ എക്സിന്റെ നേരെ തുറന്നിരിക്കണം. ഇനി എന്ത് ചെയ്യാം? എക്സ് ഗ്രേറ്റർ ദാൻ മൈനസും വെട്ടിപ്പോവും. 5/2. നോക്ക്, ഇവിടുത്തതും സെയിം അല്ലേ? ക്വസ്റ്റ്യനും സെയിം അല്ലേ? ക്വസ്റ്റ്യൻ സെയിം വന്നപ്പോൾ ആൻസറും സെയിം വന്നുണ്ടോ? അപ്പൊ എന്താണ് കൺസെപ്റ്റ്? ഒരു പോസിറ്റീവ് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ സെയിം ഇനിക്വാളിറ്റി യൂസ് ചെയ്യുക. നെഗറ്റീവ് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇനിക്വാളിറ്റിനെ ചെറുതായിട്ടൊന്ന് തിരിച്ചേക്കാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒന്ന് ഗ്രാഫിക്കലി നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഇതെന്താണ്? എക്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഒരൊറ്റ ആക്സിസ് കാണിക്കുക കേട്ടോ. വേണമെങ്കിൽ എനിക്ക് 2 ആക്സിസിൽ കാണിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ തൽക്കാലം ഒറ്റ ആക്സിസ് കാണിക്കാൻ പോവാം. ഇതാണ്. ഓക്കെ, ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു, ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇത് 0, ഇത് 1, 2, 3, 4 എക്സെട്ര, -1, -2, -3 എക്സെട്ര. കിട്ടിയ ആൻസർ എന്താണ്? 5/2. 5/2 എന്ന് പറയുമ്പോൾ 2.5. 2.5 എവിടെ? ഇവിടെ ആയിട്ട് വരും അല്ലേ? വീണ്ടും നേരെ മുകളിൽ ഞാൻ വട്ടമിട്ടു. ഇവിടെ ഈക്വൽ ടു ഉണ്ടോ? ഇല്ല. ഇത് ഇൻക്ലൂഡഡ് ആണോ? അല്ലല്ലോ. ഈക്വൽ ടു ഇതായിരുന്നുവെങ്കിൽ കറുപ്പിക്കണം, കാര്യം ഇവിടെ ഈക്വൽ ടു ഉണ്ട്. പക്ഷെ ഇവിടെ ഈക്വൽ ടു ഇല്ല, അതുകൊണ്ട് കറുപ്പിക്കണ്ട. ഇനി എങ്ങോട്ടും നോക്ക്. എക്സിന്റെ വാല്യൂ ചെറുതെന്നോ വലുതെന്നോ? എക്സിന്റെ നേരെ വാ വിളിച്ചിരിക്കുകയല്ലേ, അപ്പൊ എക്സിന്റെ വാല്യൂ വലുത്. വലുതെന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ട് വലത്തോട്ടും, ചെറുതെന്ന് പറഞ്ഞാൽ ഇടത്തോട്ടും. വലുതായതുകൊണ്ട് ഇങ്ങോട്ട്. പക്ഷെ ഇതാണ് ഈ റീജിയൻ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇൻക്ലൂഡഡും കൂടെ പഠിക്കാം. 3x - 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8x + 3. എന്ത് ചെയ്യാം? ഈ 8xനെ കൂടെ ഞാൻ ഇപ്പറേ കൊണ്ടുവരിക. ഞാൻ മൈനസ് ഇട്ടൊന്ന് കാണിച്ചു തരാം, പ്ലസ് ഇട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇഷ്ടമുള്ള രീതി നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മൾ റൂൾ അറിഞ്ഞിരിക്കണം. ഇതിനെ കൊണ്ടുവരുമ്പോൾ എന്താണ്? 3x ഇവിടെ ഉണ്ട്, +8x ഇപ്പറേ വരുമ്പോൾ -8x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഇവിടെ ഉണ്ട്, -4 അപ്പറേ വരുമ്പോൾ +4, -5x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 എന്ന് കിട്ടി. -5 കൊണ്ട് ഇപ്പറേ ഡിവൈഡ് ചെയ്യാൻ പോലെ, അപ്പൊ x അതുപോലെ എഴുതി 8/-5 എന്നിട്ടു. മൈനസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ചിഹ്നം തിരിച്ചോണം. ഇതിപ്പോ ഇങ്ങോട്ട് വാതർന്നെഴുതെങ്കിൽ ഇങ്ങോട്ട് വാതർന്നെഴുതണം. ഇനി അതിന്റെ റിവേഴ്സ് പരിപാടി നോക്കുക. ഇതിപ്പോ എന്താണ്? 8xനെ ഇപ്പറേ കൊണ്ടുവന്നിരുന്നെങ്കിലുള്ള പരിപാടിയാ. ഇനി 8xനെ കൊണ്ടുവരുന്നതിന് പകരം 3xനെ അപ്പുറം കൊണ്ടുവരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? -4 ഇവിടെ ഉണ്ട്, 3 ഇപ്പറേ വരുമ്പോൾ -3 ആകും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8x ഇവിടെ ഉണ്ടായിരുന്നു, -3x, 4 3 7 ആണ്. സോറി. അപ്പൊ ഈ 8ന് പകരം എന്താണ് എഴുതേണ്ടത്? 7 എന്നായിരുന്നു എഴുതേണ്ടത്. മനസ്സിലായി? ഞാൻ കൂട്ടിയപ്പോൾ തെറ്റിയ. 4 4 + 3 7 അല്ലേ? 7/-5. ഇതെന്താ കിട്ടി? -7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5x. പോസിറ്റീവ് സംഖ്യ അല്ലേ 5? പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സെയിം ചിഹ്നം ഇടുക. x -7/5. നോക്ക്, എക്സിന് നേരെ വാതുറന്നിരിക്കുന്നു, സെയിം കിട്ടിയില്ലേ? ഇഷ്ടമുള്ള പോലെ ചെയ്യുക. റൂൾ എന്താണ്? പോസിറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെയിം സൈൻ, നെഗറ്റീവ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഓപ്പോസിറ്റ് സൈൻ. ഗ്രാഫ് ഇവിടെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ആക്സിസ്. ഇങ്ങോട്ടും കാണിച്ചു, ഇങ്ങോട്ടും കാണിച്ചു. +x, -x, 0, 1, 2, 3, 4, 5 അങ്ങോട്ട് വന്നു. -1, -2, -3 ഇങ്ങോട്ട് വന്നു. ഇതെത്ര? 7/-5 എന്ന് പറയുന്നതും -7/5 എന്ന് പറയുന്നത് സെയിം അല്ലേ? -1 പോയിന്റ് സംതിങ് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടെ ആണെങ്കിൽ -1.5 എവിടെ?
1 പോയിന്റ് സംതിങ് ഇവിടെ -2 -1 ഇടയ്ക്ക് ഏതാണ്ട് ഈ ഭാഗത്ത് വരും. എക്സിന്റെ വാല്യൂ വലുതോ ചെറുതോ, എക്സിന് നേരെ വാ തുറന്നാണ് ഇരിക്കുന്നത്, അപ്പം എക്സിന് നേരെ വാ തുറന്ന് നിന്നാൽ വലത്തോട്ട്. ഇവിടെ എന്താ ഈക്വൽ ടു ചിഹ്നം ഉള്ളത് കൊണ്ട് ഇതങ്ങോട്ട് കറുപ്പിക്കണം. ക്ലിയർ ആയോടാ മോനെ? അങ്ങനെയാണെങ്കിൽ ഞാൻ 2 വേരിയബിളിന്റെ കഥ പറയാൻ പോവാം. 2 വേരിയബിളിന്റെ വരുമ്പോൾ ചെയ്യേണ്ട പരിപാടി, രണ്ട് വേരിയബിളിന്റെ വരുമ്പോൾ ചെയ്യേണ്ടത് എക്സാമ്പിൾ വെച്ച് കാണിച്ചു തന്നാ പോരെ? എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാൻ പോവാണ്. അപ്പം ഞാനൊരു ഇക്വേഷൻ എഴുതാൻ പോവാം. ഫൈൻഡ് ദ ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ ഫൈൻഡ് ദ ഷെയ്ഡഡ് റീജിയൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരുവാണ് ഇക്വേഷൻ. 2x + 3y ലെസ് ദാൻ 12. ഓക്കെ, ഇങ്ങനെ ഒരു ഇനിക്വാളിറ്റി എന്നിട്ട് സോൾവ് എന്നോ ഫൈൻഡ് ദ ഷെയ്ഡഡ് റീജിയൻ എന്നോ ഒക്കെ പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട പരിപാടി ഇതിനെ ഇക്വേഷൻ ആക്കി മാറ്റുക. 2x + 3y = 12 എന്ന് എഴുതി. ക്ലിയർ? എന്നിട്ട് ചെയ്യേണ്ട പരിപാടി, നമ്മൾ ഇതിന് താഴേക്ക് ഒരു ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ച് എക്സ് വൈ, എക്സിന് 0 കൊടുക്കുക, ഇങ്ങോട്ട് എഴുതുക പുട്ട് x = 0. ഇക്വേഷനിൽ എക്സിന് 0 വില കൊടുത്തേ. ഇക്വേഷൻ ഇതാ. എക്സിന് 0 കൊടുക്കുമ്പോൾ 2 × 0 0 ആകും. 3y = 12 എന്ന് കിട്ടും. അതിൽ നിന്ന് എന്ത് കിട്ടും? y = 12/3 എത്ര? 4. എഴുതി വെച്ച് 4. അടുത്ത എന്ത് ചെയ്യണം? അടുത്തത് yക്ക് 0 കൊടുക്കാം. എക്സിന് 0 കൊടുത്തു. അടുത്തത് yക്ക് 0 കൊടുക്കാൻ പോവാ. yക്ക് 0 കൊടുക്കുമ്പോൾ എഴുതുവാണ്. yയുടെ നേരെ 0 കൊടുത്തു. അപ്പം ഇതിന്റെ താഴേക്ക് എഴുതി വെച്ചോ പോയിന്റ്. എക്സിന് 0 കൊടുത്തപ്പോൾ yക്ക് 4 കിട്ടി എന്ന് വെച്ചാൽ 0,4. നോക്ക്, ഇതെന്താണ് ഇതിന്റെ മീനിങ്? 0,4 എന്ന് പറഞ്ഞാൽ എന്താ? y ആക്സിസ്. yക്ക് മാത്രം വിലയെങ്കിൽ y ആക്സിസാ. ഇതിന്റെ മീനിങ് y ആക്സിസിലെ 4 എന്നാണ്. ഇതൊക്കെ നമ്മൾ 10ൽ പഠിച്ചതാ. +1 പിന്നെയും പഠിച്ചത്. അടുത്തത് പുട്ട് y = 0 എന്ന് കൊടുത്താൽ, y = 0 എന്ന് കൊടുത്താൽ എന്ത് കിട്ടും? 2x = 12 എന്നും x = 6 എന്നും കിട്ടും. പറ, എക്സിന്റെ വില എത്ര? ഇവിടെ 6. വൈയുടെ വില എത്ര? 0. ഇവിടെ ആർക്ക് മാത്രം വാല്യൂ? എക്സിന് മാത്രം വാല്യൂ. എക്സിന് മാത്രം വാല്യൂ എങ്കിൽ എക്സ് ആക്സിസിലാണ്. എക്സിന്റെ വാല്യൂ എത്ര? 6. എക്സ് ആക്സിസിലെ 6. അടുത്തത് ചെയ്യേണ്ടത് ഗ്രാഫ് വരയ്ക്കുക. y ആക്സിസ് വരച്ചു, then x ആക്സിസ് വരച്ചു, then ആക്സിസ് മാർക്ക് ചെയ്യുന്നു -x, ഇങ്ങോട്ട് +x, ഇങ്ങോട്ട് +y, ഇങ്ങോട്ട് -y, ഇങ്ങോട്ട് 0. 1 2 3 4 5 6 7 -1 -2 -3 -4 1 2 3 4 -1 -2 -3 -4. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഈ പോയിന്റ് മാർക്ക് ചെയ്യണം. ഇതെന്താണ്? ഇതിന്റെ മീനിങ് എന്തായിരുന്നു? y ആക്സിസിലെ 4. y ആക്സിസിലെ 4 ഏതാ? വേറെ കളർ എടുക്കുകയാണേ. y ആക്സിസിലെ 4 ഇവിടെ. എന്നിട്ട് അതിന്റെ നേരെ എഴുതി വെച്ചോ. ഇതേതാണ്? 0,4. അടുത്ത എന്താണ്? ഇത് നോക്ക്, x ആക്സിസിലെ 6 ഇവിടെ കിടക്കുന്നു. എന്ത് കിട്ടി? 6,0. നോക്ക്,
ഇനിക്വാളിറ്റി അല്ലേ, ഏത് ലെസ് താനേ ഉള്ളൂ. അപ്പോൾ എന്ത് ലൈൻ? ഡോട്ടഡ് ലൈൻ. രണ്ടുപേരും തമ്മിൽ ഞാൻ ഡോട്ടഡ് ലൈൻ ഇട്ട് കണക്ട് ചെയ്യുവാണേ. ഇങ്ങനെ പോയി ഇതിൽ കൂടെ പോയി ഇങ്ങോട്ട് പോകുന്നു. ആരോ മാർക്ക് ഇട്ട് കാണിക്കുന്നു. എന്തിനു വേണ്ടി? കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് ഇവിടോട്ട് ആ ഇക്വേഷൻ എഴുതി വെക്കാൻ പോകുക. കാര്യം നമ്മൾ ഈ വാല്യൂസ് കണ്ടുപിടിച്ചത് ഈക്വൽ ടു ഇട്ടല്ലേ, അതുകൊണ്ട് എഴുതുക 3x 2x + 3y = 12ന്റെ ലൈനാണിത്. നോക്കിക്കോ കുഞ്ഞേ, 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വര തീരുമാനിച്ചല്ലേ. ഒരു ലൈൻ വരയ്ക്കാൻ മിനിമം 2 പോയിന്റ് വേണം. ഒരു പോയിന്റ് ഉള്ളെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം നോക്കിക്കേ, ഈ പോയിന്റ് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇഷ്ടംമാതിരി ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് വരയ്ക്കാം. പക്ഷെ ഇവിടെ കറക്റ്റ് 2 പോയിന്റ്സ് ഉള്ളതുകൊണ്ട് അവരെ തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരൊറ്റ സ്ട്രെയിറ്റ് ലൈനേ കാണത്തുള്ളൂ. ഓക്കെ, അപ്പം അതങ്ങനെ കിട്ടി. ഇനിയും നമ്മൾ ഷെയ്ഡ് ചെയ്തില്ല. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതും. ക്വസ്റ്റ്യൻ എന്താണ്? 2x + 3y > 12. 2x + 3y > 12. ഓക്കെ, 2x + 3y > 12. എന്നിട്ട് എന്ത് ചെയ്യും? പുട്ട് x = 0, y = 0. എക്സിനും 0 കൊടുക്കുന്നു, വൈക്കും 0 കൊടുക്കുന്നു. എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് എന്താവും? എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് വന്ന് 0 + 0 > 12. 0 > 12 ട്രൂ ആണോ ഫോൾസ് ആണോ? ട്രൂ ആണ്. ട്രൂ മീൻസ് ഇപ്പം ഇട്ട് കൊടുത്ത പോയിന്റിന് എനിക്ക് 0 0 എന്ന് വായിച്ചൂടെ? ട്രൂ ആണെങ്കിൽ അതിന്റെ മീനിങ് 0 0 ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇവിടെ എന്താണ് ഇട്ട് കൊടുക്കുന്നത് അത് കേട്ടോ. ട്രൂ ആണെങ്കിൽ അതിന്റെ മീനിങ് 0 0 ഇൻക്ലൂഡ് ചെയ്യുന്നു. നമുക്ക് സപ്പോസ് ഞാൻ അപ്പോൾ ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നത് കാണിച്ചു തരാവേ. 0 0 ഇൻക്ലൂഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് 2 പോസിബിലിറ്റീസാണ്. ഇതിന്റെ മുകളിലേക്ക് ഷെയ്ഡ് ചെയ്യാം, താഴേക്ക് ഷെയ്ഡ് ചെയ്യാം. ട്രൂ ആയതുകൊണ്ട് ഇവിടെ എന്തിട്ട് കൊടുക്കുന്നു അത് വേണം എഴുതാൻ കേട്ടോ. ഇവിടെ 0 0, അതുകൊണ്ട് ഞാൻ മാറ്റി എഴുതി 0 0. ട്രൂ ആണെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യും, ഫോൾസ് ആണ് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഇതിപ്പോൾ ട്രൂ ആണ്. അപ്പോൾ മുകളിലേക്ക് വന്നാൽ 0 0 എടുക്കില്ല. 0 0 എന്ന് പറയുന്ന പോയിന്റ് ഇതാ. അപ്പം ഞാൻ എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യും? താഴേക്ക് ഷെയ്ഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഞാൻ വേറൊരെണ്ണം വെച്ചുകൂടെ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ 4 ഇവിടെ ഒരു 7 ഇല്ലേ? ഈ പോയിന്റ് എങ്ങനെ വായിക്കുന്നേ? 7, 0 എന്നല്ലേ? ഞാനിവിടെ എക്സിനും വൈക്കും 0 0 ഇട്ട് കൊടുത്തതിന് പകരം ഞാൻ എക്സിന് 0യും വൈക്ക് 7ഉം എക്സിന് 7ഉം വൈക്ക് 0 ഇട്ട് കൊടുക്കുക. നോക്കിക്കേ, ഞാൻ ചുമ്മാ ഇത് വെച്ച് നമുക്ക് ഷെയ്ഡ് കിട്ടി. ഞാൻ എന്നാലും ഒന്ന് കാണിക്കും, ഒരു കൺസെപ്റ്റ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. 2x + 3y > 12. ഞാനിവിടെ x = എത്ര? ഈ പോയിന്റ് ആണ് എടുക്കുന്നത്. x = 7 എന്നും y = 0 എന്നും കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 2 × 7 + 3 × 0 > 12 എത്ര? 14 > 12. ട്രൂ ആണോ? ഫോൾസ്. അതിന്റെ മീനിങ് ഇതേതാ പോയിന്റ്? 7 0. ഫോൾസ് എങ്കിൽ ട്രൂ എങ്കിൽ ഇൻക്ലൂഡ്, ഫോൾസ് എങ്കിൽ എക്സ്ക്ലൂഡ്. ഇവിടെ ഫോൾസ് ആയതുകൊണ്ട് എക്സ്ക്ലൂഡ്, ഈ പോർഷൻ ഇല്ലാത്തത്. അപ്പം നമ്മൾ നോക്കുക, ഇതാ പോയിന്റ് അല്ലേ? ഈ പോയിന്റ് വരരുത്. മുകളിലേക്ക് ഷെയ്ഡ് ചെയ്ത് ആ പോയിന്റ് വരും. അപ്പോൾ താഴേക്ക് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ 0 0 ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല. 0 0 ഇട്ട് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇട്ട് കൊടുത്താൽ കാൽക്കുലേഷൻ എളുപ്പമാകും. ഇട്ട് കൊടുത്തില്ല കാൽക്കുലേഷൻ ഇത്തിരി കോംപ്ലക്സ് ആകും, അത്രയേ ഉള്ളൂ. 0 0 എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണെന്നറിയാം, ഇങ്ങോട്ട് എടുത്താൽ മതി. 7 0 ഇതാണോ, ഇവിടെ ആണോ, വൈയിലാണോ എക്സിലാണോ എന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ളവർക്ക് തെറ്റിപ്പോ. അതുകൊണ്ടാണ്. ക്ലിയർ ആയോ മോനെ? ഇനിയിപ്പോ അപ്പം ട്രൂവും ഫോൾസും ഞാൻ പറഞ്ഞു തന്നു. ഇനി ഇതിന്റെ ഒരു സോളിഡ് ലൈനും കൂടെ ഉള്ളത് വരച്ച് കാണിച്ചാൽ പോരെ? സോളിഡ് ലൈനൂടെ വരുന്നത് വരച്ച് കാണിച്ചാൽ ഈ ടൈപ്പ് അങ്ങ് നിർത്താലോ. കിച്ചുവിന് കൂടുതൽ എക്സാമ്പിൾസ് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാലേ ഞാൻ അറിയത്തുള്ളൂ കേട്ടോ മോനെ. അടുത്ത ഞാൻ എഴുതാൻ പോവാ. 3x - 4y > > 20 വേണ്ട 12. ആദ്യത്തെ പരിപാടി എന്താണ്? ഇതിനെ ഇക്വേഷൻ ആക്കും. 3x - 4y = 12 എന്നാക്കും. അത് കഴിഞ്ഞ് എന്താണ് ചെയ്യുന്നത്? അത് കഴിഞ്ഞൊരു ബോക്സ് വരയ്ക്കും.
എക്സ് എന്ന് എഴുതുന്നു, വൈ എന്ന് എഴുതുന്നു, എക്സിന് 0 കൊടുക്കുന്നു, പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പം എന്ത് കിട്ടും? ഇത് 0 ആയിപ്പോ. അപ്പം നമുക്ക് -4y ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും, y ഈസ് ഈക്വൽ ടു -3 എന്ന് കിട്ടി. അടുത്തത് വൈക്ക് പകരം 0 കൊടുത്താൽ പുട്ട് y ഈസ് ഈക്വൽ ടു 0. അപ്പം എന്ത് കിട്ടും? ഈ ടൈം അങ്ങ് പോകും. 3x ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അടുത്ത പരിപാടി എന്താണ്? ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫിന്റെ ആക്സിസ് വരയ്ക്കുന്നു. ഇതാണ് y ആക്സിസ്. അടുത്തത് ഇതാണ് x ആക്സിസ്. അടുത്ത പരിപാടി എന്താണ്? പോയിന്റ് പ്ലോട്ട് ചെയ്യുക. സീറോ 1 2 3 4 5 എക്സ് ആക്സിസ് ആണ് കാണിച്ചു. -1 -2 വരയ്ക്കുന്ന ഗ്രാഫ് ഇതിനനുസരിച്ച് വേണം കേട്ടോ. വൈക്ക് -3 വരെയും വേണം, എക്സിന് 4 വേണമെന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആവശ്യത്തിനുള്ളത് എടുക്കുന്നല്ലോ. ഇവിടെ എക്സിന് എത്രയാണ്? 4 കിട്ടണം. 4 ഇവിടെ ഉണ്ട്. വൈക്ക് എത്രയാണ്? -3 കിട്ടണം. അപ്പോൾ 1 2 3 4 അത്ര ഇവിടെ എഴുതുന്നുള്ളൂ. -1 -2 -3 എനിക്ക് വേണ്ട -3, അതുകൊണ്ട് ഞാൻ ഒരു 2 വരെ കൂടെ എഴുതുക. ഓക്കെ, ഇതെന്താണ് മീനിങ്? എക്സിന് 0 കൊടുത്തപ്പോൾ y -3. ഇവിടെ എക്സിന്റെ വാല്യൂ എത്ര എന്ന് വെച്ചാൽ വൈക്ക് മാത്രം വില, വൈയിലെ -3. ഇതെന്താണ്? എക്സിന് 4ഉം വൈക്ക് 0ഉം എന്ന് വെച്ചാൽ എക്സിലെ 4. എക്സിലെ 4 ഏതാ? ഇത്. അപ്പം ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവാ. എക്സിലെ 4 ഇതാണ് കാണിച്ചു കൊടുക്കുന്നു, 4 0. വൈയിലെ -3 ഇതാണ്, -0, -3. ഇവരെ തമ്മിൽ എന്ത് ലൈൻ? സോളിഡ് ലൈൻ കൊണ്ട് കണക്ട് ചെയ്യുന്നു. സോളിഡ് ലൈൻ കൊണ്ട് കണക്ട് ചെയ്യുന്നു. ഇതിനെ ഇങ്ങോട്ടും വരച്ച് എന്നിട്ട് എന്ത് ചെയ്യണം? തുമ്പത്ത് പേരെഴുതി കൊടുക്കണം. 3x - 4y എന്ത് ഈക്വൽ ടു ഇട്ട് എഴുതി കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇത്രയും ചെയ്ത് ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാൻ. ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ എടുത്ത് എഴുതണം. 3x - 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. 3x - 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. 0 0 ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ കുഞ്ഞേ? ഉണ്ടോ? യാതൊരു നിർബന്ധമില്ല. നിൽക്കേ, ഞാൻ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ തിരുത്ത് വരുത്തുവാണേ മോനെ. ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് വരെ ഞാൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാൻ പോവാം. കാര്യം നമ്മളൊരു ട്രൂവിൻ്റെ അത് ചെയ്തതാ. അതിൽ തന്നെ ഞാൻ ഫോൾസ് ഇട്ടും കാണിച്ചു തന്നു. എന്നാലും രണ്ട് ടൈപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ മാറ്റുവാണേ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാൻ പോവാം. എന്നിട്ട് എന്ത് ചെയ്യണം? പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു 0, വൈ ഇസ് ഈക്വൽ ടു 0. നിർബന്ധം ഉണ്ടോ? ഇല്ല. അതാണ് കുറച്ച് മുന്നേ പറഞ്ഞത്. ഞാൻ എക്സിനും വൈക്കും 0 ഇട്ട് കാണിച്ചാൽ 0 ഇട്ടാൽ ആ പോയിന്റ് മാറ്റി എഴുതി 0 0 എന്ന് വെച്ചാൽ ഒറിജിൻ. ആ പോയിന്റ് ഞാൻ ഇവിടെ ആണെന്ന് മനസ്സിലാക്കി വെച്ചു. എന്നിട്ട് 0 0 ഇട്ടപ്പോൾ ഉള്ള കിട്ടുന്ന കണ്ടീഷൻ ട്രൂ ആണെന്ന് നോക്കി. ട്രൂ ആണെങ്കിൽ ഈ പോയിന്റ് ഉള്ളത്, ഫോൾസ് ആണെങ്കിൽ ഇതില്ലാത്തത്. ഇനിയിപ്പോൾ 0 0ക്ക് വരെ ഞാൻ ഇവിടെ 7 0 ഇട്ടപ്പോൾ എന്താ? 7 0 എന്ന് പറയുന്നത് ഇതാണെന്ന് മനസ്സിലാക്കി വെച്ചു അല്ലേ? 7 0 എന്ന് വെച്ചാൽ എക്സ് ആക്സിസിൽ 7. കണ്ടീഷൻ ഇട്ടപ്പോൾ കണ്ടീഷൻ ഫോൾസ് ആണ് എന്ന് വെച്ചാൽ ഈ പോയിന്റ് ഇല്ലാത്തത് താഴോട്ട്. ഓക്കെ, 0 0 ഇടുന്നത് എന്തിനാ? കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി മാത്രം. അപ്പം ഞാൻ 0 0 ഇടുമ്പോഴത്തേന് ഇത് 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് കിട്ടും. ട്രൂ ആണോ ഫോൾസ് ആണോ? ഫോൾസ്. ഫോൾസ് ആണെങ്കിൽ ഈ പോയിന്റ് ഏതാ? 0 0 0 0 ഉള്ളതോ ഇല്ലാത്തയോ? ഫോൾസ് ആണെങ്കിൽ ഇല്ലാത്തത്. മുകളിലേക്ക് ഷെയ്ഡ് ചെയ്താൽ 0 0 ഇതാണ് 0 0 അല്ലേ വരും. അപ്പം ഇതെങ്ങോട്ടാണ് ഷെയ്ഡ് ചെയ്യേണ്ടേ? താഴേക്ക് ഷെയ്ഡ് ചെയ്യണം. ഷെയ്ഡ് ചെയ്യാൻ എപ്പോഴും നമുക്ക് സോളിഡ് ലൈൻ തന്നെ ഉപയോഗിക്കാം. ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. വേണേൽ കുത്തിട്ട് വരയ്ക്കുന്നവരുണ്ട്, എന്തെങ്കിലും സ്റ്റാർസ് ഇട്ട് കാണിക്കുന്നവരുണ്ട്. ഇഷ്ടമുള്ളത് ചെയ്യാം കേട്ടോ. ക്ലിയർ ആയോ മോനെ? അപ്പം ഇനി നമ്മൾ അടുത്ത ടൈപ്പ് പഠിക്കാം. ഇപ്പം നമ്മൾ 1 വേരിയബിൾ കഴിഞ്ഞു. 2 വേരിയബിളിൽ ഒറ്റ ഇക്വേഷൻ ഉണ്ടെങ്കിൽ പഠിച്ചു. പക്ഷെ ഈ എഴുതിയ 2 ഇക്വേഷനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിനെന്താണ്? കോൺസ്റ്റന്റ് ടേം ഉണ്ട്. കണ്ടോ, ഇവിടെ 12 ഉണ്ട്. അടുത്തതിൽ ഞാൻ 12 ആണ് എഴുതിയേക്കുന്നത്. എന്നാലും എന്തുണ്ട്? കോൺസ്റ്റന്റ് ടേം ഉണ്ട്. ഇതേ ഇക്വേഷനെ ഞാൻ കോൺസ്റ്റന്റ് ഇല്ലാതൊന്ന് എഴുതി കാണിച്ചു തരാം. നോക്കിക്കേ,
കോൺസ്റ്റന്റ് ഇല്ലാതെ. ദേ ഈ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. സെയിം ഇക്വേഷൻ ഉപയോഗിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ മോനെ. അതെ വേണ്ടേ, ഇഷ്ടമുള്ളവർക്ക് 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നോക്ക്, എക്സ് വേരിയബിൾ ഉണ്ട്, വൈ വേരിയബിൾ ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ടോ? 0 ആയോ കോൺസ്റ്റന്റിന്റെ സ്ഥാനത്ത്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ വരുക, ഈ ഇക്വേഷൻ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ, -4y പ്ലസ് 4y ഇത്ര വരുമ്പോൾ -4y. ഇവിടെ കണ്ടോ കോൺസ്റ്റന്റിൽ എക്സ് വേരിയബിളും ഉണ്ട്, എന്ന് വെച്ചാൽ ഇതിന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്, വൈയുടെ ചേർത്തൊരു സാധനമുണ്ട്, കോൺസ്റ്റന്റ് ഇല്ല. കോൺസ്റ്റന്റ് ഇല്ലാതെ വന്നാൽ എന്താണ് കുഴപ്പമെന്ന് നമുക്കൊന്ന് നോക്കാം. സ്പെഷ്യൽ കേസാണ്. ആദ്യം പഴയ പരിപാടി തന്നെ, 3x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എന്നിട്ട് ഇവിടെ x കൊടുക്കുന്നു, ഇവിടെ y കൊടുക്കുന്നു, x-ന് 0 കൊടുക്കുന്നു. പുട്ട് x is equal to 0. ആൻസർ എന്ത് കിട്ടും? 4y is equal to 0, y is equal to 0. അടുത്തത് y-ക്ക് 0 കൊടുത്താൽ പുട്ട് y is equal to 0. അപ്പോൾ എന്ത് കിട്ടും? 3x is equal to 0, x is equal to 0. x is equal to 0. ഓക്കെ, ഗ്രാഫ് വരയ്ക്കാം. എന്നിട്ട് നമ്മൾ നോർമൽ പ്രൊസീജിയേഴ്സ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രാഫ് വരയ്ക്കുന്ന പരിപാടിയായിരുന്നു. ഗ്രാഫ് വരയ്ക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഗ്രാഫിൽ മാർക്ക് ചെയ്യുന്നു. ഗ്രാഫിൽ ഇത് പോസിറ്റീവ് വൈ, ഇത് നെഗറ്റീവ് വൈ. ആക്സിസ് മാർക്ക് ചെയ്യുന്നതിനൊക്കെ മാർക്കുള്ളതാണ് കേട്ടോ. നെഗറ്റീവ് എക്സ്, പോസിറ്റീവ് എക്സ്, 0. മോനെ ഈ ചാപ്റ്റർ പഠിച്ചു വെച്ചോ കേട്ടോ. കാര്യം ഇക്കൊല്ലം ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. ഇത് വേണം, ഇതുണ്ടെങ്കിൽ ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിച്ചതിന് ശേഷം ഒരു സ്റ്റെപ്പ് കൂടെ അഡീഷണൽ ചെയ്യുന്ന ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചാലേ കാര്യമുള്ളൂ. 1, 2, 3, 4, 5, 6. ഞാൻ വേണമെങ്കിൽ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് അതെടുക്കാം കേട്ടോ. ലാസ്റ്റ് ചാപ്റ്റർ ആണ്, എന്നാലും ഈ ചാപ്റ്ററിൻ്റെ കൂടെ നമുക്ക് ആ ചാപ്റ്റർ എടുക്കാം. അതാകുമ്പോൾ ഒരു സുഖമാണ്. എന്ന് വെച്ചാൽ ഒരേ കൺസെപ്റ്റ് ഈ ചാപ്റ്റർ തീരുമ്പോൾ ഞാൻ അതെടുക്കും കേട്ടോ. 3, 4, -1, -2, -3, -4 അങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഇതിനെ വായിക്കുക. എക്സിന് 0 കൊടുത്തപ്പോൾ y 0 എന്ന് വെച്ചാൽ ഒറിജിൻ. ഇവിടെ എന്താണ്? 0, 0 ഒറിജിൻ. ഒറ്റ പോയിന്റ് കിട്ടിയുള്ളൂ അല്ലേ? ഈ ഒറ്റ പോയിന്റ് കൂടി ഇങ്ങോട്ട് വരയ്ക്കുമോ, ഇങ്ങോട്ട് വരയ്ക്കുമോ, ഇങ്ങോട്ട് വരയ്ക്കും, ഇങ്ങോട്ട് വരയ്ക്കും, ഇങ്ങോട്ട് വരയ്ക്കുക. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വരകൾ വരയ്ക്കാം. ഏത് വരയാന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അപ്പതേ മൊത്തത്തിൽ കൺഫ്യൂഷൻ. ഒരു കാര്യം മനസ്സിലാക്കി ഇത് വരും എന്ന് വെച്ചാൽ ഫസ്റ്റ് കൺക്ലൂഷൻ അതായിരിക്കണം. കോൺസ്റ്റന്റ് ഇല്ല എങ്കിൽ ലൈൻ പാസസ് ത്രൂ ഒറിജിൻ. കോൺസ്റ്റന്റ് ഇല്ല എങ്കിൽ ലൈൻ പാസസ് ത്രൂ ഒറിജിൻ. ഓക്കെ, അപ്പൊ എങ്ങനെ രണ്ടാമത്തത് കണ്ടുപിടിക്കും? എളുപ്പമാണ്. ഞാൻ അതിനുവേണ്ടി ഇതേണ്ടേ ഈ സ്റ്റെപ്പ് അങ്ങ് കളയുക. പുട്ട് x is equal to 0 അങ്ങനെ y കണ്ടുപിടിച്ചു. പുട്ട് y is equal to 0യ്ക്ക് പകരം അത് ഞാനൊന്ന് മാറ്റി എഴുതാൻ പോവാ. 0 ഒഴികെ ഇഷ്ടമുള്ള ഒരെണ്ണം കൊടുത്തോ. 0 ഒഴികെ ഇഷ്ടമുള്ള ഒരെണ്ണം കൊടുത്തോ. ഞാൻ 1 കൊടുക്കുക. ഞാൻ എന്തുകൊണ്ട് 1 കൊടുത്തു എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ എളുപ്പമല്ലേ? അപ്പം ഞാൻ ഇവിടെ എഴുതുക. yക്ക് പകരം 1 കൊടുക്കുകയാണെങ്കിൽ 3x പ്ലസ് 4 × 1 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. 3x ലെസ് ദാൻ പ്ലസ് 4 ഓർ ഈക്വൽ ടു -4. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -4/3 എന്ന് വെച്ചാൽ അല്ലേ, +3 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ചിഹ്നം മാറുന്നില്ല. -4/3 എന്ന് പറഞ്ഞാൽ -1 പോയിന്റ് സംതിങ് വരും. എന്ന് വെച്ചാൽ ഏതാണ്ട് ഇവിടെ. അപ്പം -4/3 ആണ് എക്സിന് കിട്ടിയ വില. വൈക്ക് കൊടുത്തത് 1. ഇവിടെ അല്ലേ -1 പോയിന്റ് സംതിങ് വരുന്നേ, ഇവിടെ അല്ലേ 1 വരുന്നേ. ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാ? ഇതല്ലേ. കിട്ടിയേ? 2 പോയിന്റ് കിട്ടിയാണ്ടോ? 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ലൈൻ നീട്ടി വരയ്ക്കണം. എന്ത് ലൈൻ? സോളിഡ് ലൈൻ. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ റിവൈസ് അടിച്ച് കാണുക. ഇക്വേഷൻ എഴുതാൻ പോവാണ്. 3x പ്ലസ് 4y ഇസ് ഈക്വൽ ടു 0. അടുത്ത പരിപാടി എന്താണ്? ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി വാല്യൂ ഇട്ടാൻ പോകുന്നല്ലേ. അതിനുവേണ്ടി ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാൻ പോവാം.
ക്വസ്റ്റ്യൻ എന്താണ്? 3x പ്ലസ് 4y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് ആദ്യം നമ്മൾ പൊതുവേ 0 0 ഇടുന്നത്. ഇപ്പോൾ x ഇസ് ഈക്വൽ ടു 0, y ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ 0,0. അന്നേരം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ട്രൂ അല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? ട്രൂ ആയ സ്ഥിതിക്ക് എന്താ? ഒറിജിൻ ഉള്ള ഭാഗം ആണ്ടേ ഈ ലൈൻ ഒറിജിൻ ഉള്ള ഭാഗം എന്ന് പറയുമ്പോൾ എങ്ങോട്ട് ഷെയ്ഡ് ചെയ്യും? താഴേക്ക് ഷെയ്ഡ് ചെയ്താലും ഒറിജിനെ മുട്ടും, മുകളിലേക്ക് ഷെയ്ഡ് ചെയ്താലും ഒറിജിനെ മുട്ടും. പ്രശ്നം കണ്ടോ? അപ്പം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കോൺസ്റ്റന്റ്, ഒന്നാമത്തെ കാര്യം ഇതാണ്, കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ പാസസ് ത്രൂ ഒറിജിൻ ആണ്. രണ്ടാമത്തെ കാര്യം ഇതാണ്, കോൺസ്റ്റന്റ് ഇല്ല എങ്കിൽ ഷെയ്ഡഡ് റീജിയൻ കണ്ടുപിടിക്കാൻ x ഇസ് ഈക്വൽ ടു 0, y ഇസ് ഈക്വൽ ടു 0 കൊടുക്കരുത്, വേറെ എന്തെങ്കിലും കൊടുത്തോ. അപ്പം നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം. നമുക്ക് തൽക്കാലം ഈ പോയിന്റ് ഒന്ന് എടുക്കുക. ഈ പോയിന്റ് ഏതാ മോനെ? ഈ പോയിന്റ് 3,0 അല്ലേ? ഇത് വെച്ചോണ്ട് പറ പുട്ട്. അതിനാണ് ഞാൻ ആദ്യം ആ 7ന്റെ പറഞ്ഞു തന്നെ. x ഇസ് ഈക്വൽ ടു 3, y ഇസ് ഈക്വൽ ടു 0 കൊടുത്തു നോക്കിക്കേ. 3 ഇൻറ്റു 3 പ്ലസ് 4 ഇൻറ്റു 0. ഞാൻ എന്തുകൊണ്ട് ആക്സിസ് ചൂസ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു 0 കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എത്ര കിട്ടും? 9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ട്രൂ ആണോ? ഫോൾസ്. ഫോൾസ് മീൻസ് എന്താണ്? ഈ പോയിന്റ് ഇല്ലാത്തത്. മുകളിൽ ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്ത് ഈ പോയിന്റ് വരും അല്ലേ? അപ്പോൾ താഴേക്ക് വേണം ഷെയ്ഡ് ചെയ്യാൻ. ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു പോയിന്റ് എടുക്കാം. ഇപ്പോൾ ഈ ആക്സിസിൽ ഒരെണ്ണം എടുത്ത് കാണിച്ചു തരട്ടെ. ഈ ആക്സിസിൽ ആ പോയിന്റ് എടുക്കാമെന്ന് വെച്ചു. ആ പോയിന്റ് എടുത്താൽ എത്ര? ഇതെന്ന് പറഞ്ഞാൽ 0,4 ആണല്ലേ? അപ്പം പുട്ട് x ഇസ് ഈക്വൽ ടു 0, y ഇസ് ഈക്വൽ ടു 4 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ എന്ത് വരും? 3 ഇൻറ്റു 0 പ്ലസ് 4 ഇൻറ്റു 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, 16 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഫോൾസ് ആണ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇല്ലാത്ത ഭാഗം അപ്പോഴും താഴോട്ട്. എന്നാൽ നമുക്ക് ഇവിടെ ഒരെണ്ണം എടുത്ത് നോക്കാം. ഇതെടുത്ത് നോക്കാം. ആ പോയിന്റ് ഏതാ? ഒറ്റ തവണ ചെയ്താൽ മതി കേട്ടോ. ഞാനിങ്ങനെ മാറി മാറി അല്ല ഇന്നത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല എന്ന് കാണിക്കാൻ വേണ്ടി കാണിക്കണേ. -3,0 എന്ന് പറയാം അല്ലേ? എന്ന് വെച്ചാൽ എക്സിൻ്റെ വില പുട്ട് x ഇസ് ഈക്വൽ ടു -3, y ഇസ് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് വരും? 3 ഇൻറ്റു -3 പ്ലസ് 4 ഇൻറ്റു 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ -9 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ? 0യേക്കാൾ ചെറുതല്ലേ -9? ട്രൂ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് ഷെയ്ഡ് ചെയ്യാം. വേണ്ടേ? നമ്മൾ ഷെയ്ഡ് ചെയ്ത് ഇങ്ങോട്ടാ ഈ പോയിന്റ് ഇൻക്ലൂഡഡിലേക്ക്. ക്ലിയർ ആയോ? അപ്പം നമ്മൾ പഠിച്ച ടൈപ്പുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണ്. ഒന്നാമത്തെ ടൈപ്പ് ഒറ്റ വേരിയബിൾ, രണ്ടാമത്തെ ടൈപ്പ് 2 വേരിയബിൾ, മൂന്നാമത്തെ ടൈപ്പ് 2 വേരിയബിൾ തന്നെ. എന്ത് ഇവിടെ ഞാൻ എഴുതാൻ മറന്നുപോയല്ല. 2 എത്ര കിട്ടിയ? -4 അല്ലേ? 2 വേരിയബിൾ കോൺസ്റ്റന്റ് ഇല്ലാത്തത്. ഓക്കെ. ഇനി ആ ഒറ്റ വേരിയബിളിൽ വരുന്ന വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ അവന്മാർ തരും. x+3 ഡിവൈഡഡ് ബൈ x+4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്തോണം. x+3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ഇൻറ്റു x+4. ബാക്കിയൊക്കെ ചെയ്യാൻ അറിയാലോ. എന്ത് കിട്ടും? x+3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9x പ്ലസ് 36. ഈ എക്സിനെ അപ്പുറം കൊണ്ടുപോകുന്നു, ഈ 36നെ ഇപ്പുറം കൊണ്ടുവരുന്നു. അപ്പോൾ 3 - 36 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9x മൈനസ് എക്സ് എന്ന് വെച്ചാൽ -33 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8x. എക്സ് -33/8 ഇങ്ങനെയൊക്കെ കിട്ടും. ഇതൊക്കെ ഓർത്തോണം കേട്ടോ. പിന്നെന്തോ ഈവൻ നമ്പർ ഓഡ് നമ്പറിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ ആ ക്വസ്റ്റ്യൻ മറന്നുപോയേ. അങ്ങനെയാണെങ്കിൽ അടുത്ത കോമ്പിനേഷൻ വെച്ചിട്ടുള്ളത് പറയാം. 2 എണ്ണം വെച്ചിട്ടുള്ളത് പറയട്ടെ. 2 എണ്ണം വെച്ചിട്ടുള്ളത് പറയാണ്. 2x പ്ലസ് 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ ഇവിടെ വരുവാണേ. x പ്ലസ് 3y ലെസ് ദാൻ 0. കണ്ടേ? 2 ഇക്വേഷനും ഈ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയാണ്. അപ്പം ഞാൻ അത് ഇതിൻ്റെത് ചെയ്യണം. ഇതിൻ്റെത് ഞാൻ ചെയ്യുന്ന എന്താണ്? ആദ്യമേ ഇക്വേഷൻ എഴുതി വെക്കണം. 2x പ്ലസ് 3y ഇസ് ഈക്വൽ ടു 6. ബോക്സ് വരയ്ക്കുന്നു, x ഇടുന്നു, y ഇടുന്നു, എക്സിന് 0 കൊടുക്കുന്നു. എക്സിന് 0 കൊടുക്കുമ്പോൾ ഞാൻ ഇനി വലിയ വലിച്ചു നീട്ടി എഴുതുന്നില്ല കേട്ടോ. പിച്ചു അത് എഴുതി പഠിക്കണം. എക്സിന് 0 കൊടുക്കുമ്പോൾ 3y ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും, y ഇസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. വൈക്ക് 0 കൊടുക്കുമ്പോൾ ഇതങ്ങ് പോകും. 2x ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടും, x ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഗ്രാഫ് വരയ്ക്കാൻ പോകും. ഗ്രാഫ് ഞാൻ കോമൺ ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നത്.
ഗ്രാഫ് വരയ്ക്കാൻ പോകുന്നു. ഗ്രാഫ് ഞാൻ വേറൊരു കളർ വെച്ച് വരയ്ക്കാം. ഇത് വന്ന y ആക്സിസ്, എക്സാം നിർത്തണം. ഒരു സെക്കൻഡ് കേട്ടോ, വീഡിയോ തീരുവല്ല. ഏതാണ് വാട്സപ്പ് എടുത്ത് അറിയാലേ? ലിങ്ക് അതിലല്ലേ കിടക്കുന്നത്? അല്ല, വാട്സപ്പ് ലോഗിൻ ആവട്ടെ. അത് വരച്ചു. അടുത്തത് എക്സ് ആക്സിസ് വരയ്ക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഈ ബ്രേക്ക് ഇടുന്ന സമയത്ത് തന്നെ താനെ ഇരുന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങോട്ട് നീക്കുന്നു. എന്നിട്ട് എന്താണ്? ആക്സിസിന് പേര് കൊടുക്കുക, പ്ലോട്ട് ചെയ്യുക. എവിടെ ഇട്ടേക്കണേ? ഇതിലാ? ഇതും വേണം. അത് കൃഷ്ണരാജല്ലേ ഇട്ടെ? അതെന്തിനാ അങ്ങനെ കൊടുക്കുന്നു? ഇതിപ്പോ എങ്ങനെ കയറും? മോനെ, ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ട് തരാം കേട്ടോ. അടുത്ത വീഡിയോ ഇട്ട് തരാവേ.